കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗിക്ക് നൽകിയത് കേടായ മരുന്നെന്ന് പരാതി. പുന്നൂർ സ്വദേശി പ്രഭാകരനും മകനുമാണ് ആശുപത്രിയിൽ നിന്നും കേടായ മരുന്ന് ലഭിച്ചത്. 2 തവണ കേടായ മരുന്നുകൾ ലഭിച്ചെന്നും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും പരാതിക്കാർ. താമരശ്ശേരി ഡോക്ടർക്ക് പോയതാണ് കഴിഞ്ഞ 10-ന്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഗുളിക തന്നു. ഗുളിക തന്ന് വീട്ടിൽ വന്ന് കുടിക്കാൻ നോക്കുമ്പോൾ ഒരു ഗുളികേൻ്റെ ഉള്ളിൽ എന്തോ ഒരു കറുത്ത പൊടി പോലെ. അപ്പോൾ സൈഡിൽ എന്തോ ഉള്ളതുകൊണ്ട് ഒരു സംശയത്തിൻ്റെ പേരിൽ പിന്നെ ഒന്നും കൂടി പൊട്ടിച്ച് അതും അതുപോലെ തന്നെ ഒരു ഗുളികേൻ്റെ. പക്ഷെ അതിൽ തന്നെ ഉള്ള ഒരു ഗുളിക കാണുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ലേ. അപ്പോൾ ഒന്നും കൂടി പൊട്ടിച്ച് നോക്കി. ഇതാണ് സ്ഥിതി. അപ്പോൾ ഒന്ന് നമ്മളെ ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നതാണ്. അത് ജനുവരി 2025 ഉണ്ടാക്കിയതാണ്. എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് 2026. പക്ഷേ എനിക്കിപ്പം കിട്ടിയ ജൂലൈ 11 തന്ന ഗുളികയാണ്. ബെൻസൺ ബാബു ഉണ്ട് വിവരങ്ങളുമായി. ബെൻസൺ, സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിലാണ് ഈ ദുരനുഭവം അവർക്കുണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? വിശദാംശം. അഖില, ജൂലൈ 10-ാം തീയതിയാണ് പൂനൂർ സ്വദേശിയായിട്ടുള്ള പ്രഭാകരൻ. അദ്ദേഹം വടകരയിൽ ഒരു സലൂൺ നടത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കട അടച്ച് വീട്ടിലേക്ക് വരുന്ന വഴി തെരുവുനായ കുറുകെ ചാടുകയും വീഴുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ചികിത്സയുടെ ഭാഗമായി ജൂലൈ 10-ാം തീയതി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. അവിടെ വെച്ച് നൽകിയ ഗുളികയാണ് ഏറ്റവും ആദ്യം നൽകിയ ഗുളിക. അത് വീട്ടിലെത്തി കഴിക്കാനായി തുറന്നു നോക്കുമ്പോഴാണ് ആദ്യം അതിൽ പൊടിയും അല്ലെങ്കിൽ കറുത്ത പൊടികൾ കാണുന്നത്. പിറ്റേ ദിവസം ജൂലൈ 11-ാം തീയതി ഈ മരുന്ന് തിരികെ നൽകുന്നതിനായി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. ആ മരുന്ന് തിരികെ നൽകി മറ്റ് ഗുളിക വാങ്ങുന്നു. അപ്പോൾ ആശുപത്രി അധികൃതരും പറയുന്നു മാറ്റി നൽകാമെന്ന് പറഞ്ഞ് ഗുളിക മാറ്റി നൽകുന്നു. അതേ ദിവസം തന്നെ 11-ാം തീയതി തന്നെ ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ മകന് കാലിൽ ഒരു അലർജി ഉണ്ടായിരുന്നു. അതിന്റെ ചികിത്സയ്ക്കായി അവിടെ തന്നെ കാണിക്കുന്നു. അവിടെ നിന്ന് നൽകിയ ഗുളിക വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട രീതിയിൽ പൂപ്പല് പിടിച്ച് തുറന്ന് പൊട്ടിയ അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു ആ ഗുളികകൾ ഉണ്ടായിരുന്നത്. അത് ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഈ 2025 ജനുവരിയിലാണ് അത് മാനുഫാക്ചർ ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്. 2026 വരെ 1 വർഷത്തോളം അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നല്ല, അതിപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് അത്തരത്തിൽ ഉപയോഗശൂന്യമായ നിലയിൽ ആളുകൾക്ക് ദോഷകരമാകുന്ന രീതിയിൽ ആ മരുന്ന് നശിച്ചു പോയത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തത ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ മറ്റു രോഗികൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടാവും. അവർക്കും ലഭിച്ചിട്ടുള്ളത് സമാന രീതിയിലുള്ള മരുന്നാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള പിഴവായി മാറും. അതിനാൽ തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവേണം. ഏതെങ്കിലും ഒരു ബാച്ചിലെ മരുന്നുകൾ മൊത്തത്തോടെ നശിച്ച അവസ്ഥയാണോ ഉള്ളത് എന്ന പരിശോധനയും ആശുപത്രി അധികൃതർ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിനും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ഈ പ്രഭാകരനും കുടുംബവും. അദ്ദേഹത്തിന്റെ മകന് അലർജിയുടെ ചികിത്സയ്ക്കായി ലഭിച്ച മരുന്നാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ നിലയിൽ പഴകിയ അവസ്ഥയിൽ കണ്ടത്. പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നല്ല. അതിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രഭാകരനും കുടുംബവും ഉള്ളത്. അഖില, കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗിക്ക് നൽകിയത് കേടായ മരുന്നെന്നാണ് പരാതി ലഭിച്ചിട്ടുള്ളത്.